എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് തില്ലങ്കേരിയിലെ പാലുകാച്ചിപ്പാറയിൽ കേട്ടോ. തില്ലങ്കേരി ശിവപുരം പാലുകാച്ചിപ്പാറ. അപ്പോൾ നമ്മൾ പാലുകാച്ചിപ്പാറ എത്തി കേട്ടോ. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. താഴെ നിന്ന് കയറി വരുമ്പോഴാണ് വണ്ടി നിർത്താൻ പറ്റുന്നത് കേട്ടോ. നമുക്ക് ഈ വഴിയിലൂടെ വേണം നമുക്കിനി കയറി മുകളിലോട്ട് പോകാൻ. കാലാങ്കി പോയതിലും കുറച്ചുകൂടെ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കയറി പോകാൻ പറ്റിയ നല്ല വഴിയാണ്. ഇതുവഴിയാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. കയറി വന്ന വഴിയൊക്കെ ഇത് സെറ്റ് വഴിയാണ്. റിയാസേ എങ്ങനെയുണ്ട്? 360 വ്യൂ കിട്ടുന്ന ഒരു മലയാണ് കേട്ടോ. കാരണം ഇതിന് കുറച്ച് വലിയ മരങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രി വ്യൂ കിട്ടും. ഈ മലയാണ് ഈ പരിസരത്ത് നിന്ന് എല്ലാ വ്യൂവും കിട്ടുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല കിടിലം വ്യൂ. എന്താ പറയുക, 360 ഡിഗ്രിയിൽ വ്യൂ കിട്ടുന്ന ഇതുപോലൊരു സ്ഥലം ഞാൻ പിന്നെ വേറെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും ഇങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആൾക്കാരൊക്കെ കുറേ ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു സ്ഥലത്തിനെ പറ്റിയൊക്കെ ആൾക്കാർ കൂടുതലായിട്ട് അറിഞ്ഞിട്ടുള്ളൂ. വന്നിട്ടില്ലാത്തവർ വന്ന് കാണേണ്ട മസ്റ്റ് വാച്ച് സ്ഥലമാണ് കേട്ടോ ഇത്. കുറച്ച് അഡ്വഞ്ചർ അതുപോലുള്ള കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ. അത് നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ്.
സ്ഥലത്തെ വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം 360 ഡിഗ്രിയിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കിടക്കുകയാണ് ഇതിൻ്റെ കാഴ്ചകൾ. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം താഴെ നോക്കിയാൽ ഒരു സൈഡിലുള്ള വൺ സൈഡ് വ്യൂ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഇത് 360 ഡിഗ്രി വ്യൂ ആണ്, ചുറ്റും വ്യൂ ആണ്. ഈ പാറയുടെ ചുറ്റും നടന്ന് നമുക്ക് കാണാനുള്ള കാഴ്ചകൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാരെ, ഇവിടെ വരാത്ത ആൾക്കാർ നിങ്ങൾക്ക് നഷ്ടമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇവിടെ വരണം, കാരണം ഇവിടെ അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. കാരണം കണ്ണൂർ ജില്ലയിൽ വേറെ ഇങ്ങനെ ഒരു പ്ലേസ് വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടതിൽ വെച്ച്, ഞാൻ ചെയ്ത വീഡിയോസിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഇതാണ്. ഇതിലും ഭംഗിയുള്ളൊരു സ്ഥലം ഇനി കാണാൻ പറ്റുമോ എന്നും സംശയമാണ്. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ. ഇവിടെ രാവിലെ 6 മണി ആ ഒരു സമയത്തൊക്കെ വന്നാൽ നല്ല സൺറൈസിൻ്റെ സമയത്ത് നല്ല സ്നോഫോള് കാര്യങ്ങളൊക്കെ കാണാം. നല്ല മൂടൽമഞ്ഞുണ്ടാവും. പക്ഷെ അതൊരു പ്രത്യേക ഭംഗിയാണ്. വൈകുന്നേരം ഒരു പ്രത്യേക രസമാണ് കേട്ടോ. വൈകുന്നേരമാണ്. ഇപ്പം ഞങ്ങളൊരു 5 മണി സമയത്താണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ സമയത്തും ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ ചെറുതായിട്ട് മഴ ചാറി തുടങ്ങുന്നുണ്ട്. പക്ഷേ ഒരു പ്രത്യേക രസമാണ്. മഴയായാലും കുറച്ച് മഴ നനഞ്ഞിട്ടായാലും ഇവിടെ നിൽക്കാനൊരു പ്രത്യേക രസമാണ്. ഇവിടെ ഇങ്ങനെ കിടക്കാം കുറച്ച് നേരം. എന്നാലും പാറയുടെ മുകളിൽ വന്നിട്ട് നമുക്ക് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടൊക്കെ പോവാം. കാരണം വേറെ ആൾക്കാരും ശല്യപ്പെടുത്താനൊന്നും ആരും വരാനില്ല. അപ്പോൾ അതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും നമുക്ക് റിലാക്സ് ആയിട്ട് മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതെ നമുക്കിവിടെ ഇരിക്കാൻ പറ്റും. എത്ര നേരം ഇരുന്നാലും നമുക്ക് മടുപ്പ് വരാത്തൊരു ക്ലൈമറ്റാണ് ഇവിടെ. ഒരു ഭയങ്കര വൈബാണ്. ഭയങ്കര വൈബ് എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ വൈബാണ്. തൽക്കാലം ഇപ്പം തിരിച്ചു പോവാണ്. കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴയൊക്കെ മാറിയിട്ട് വേറൊരു ദിവസം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഒരു ദിവസം കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മോർണിംഗിൽ വന്ന് സൺറൈസും സൺസെറ്റും ഒക്കെ ഷൂട്ട് ചെയ്ത് ടൈം ലാപ്സൊക്കെ നിങ്ങളെ കാണിക്കാം. പക്ഷേ ഇപ്പോൾ തൽക്കാലം കാണിക്കുന്നില്ല. ഞങ്ങൾ തൽക്കാലം പോകാൻ നോക്കുകയാണ്. കാരണം മഴയാണ്. മഴയത്ത് ഇനി തിരിച്ചിറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് തിരിച്ചിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, തിരിച്ചിറങ്ങിയല്ലേ പറ്റുള്ളൂ. പക്ഷെ നല്ല പൊളി വൈബാണ് കേട്ടോ. നമ്മൾ ഇതുവഴിയാടാ വന്ന? ഇതുവഴിയാണോ ഇതുവഴിയാണോ? എത്തും. നമുക്ക് ഓടിപ്പോവാം. Open the doors to the palace.